ഇവിടുത്തെ വെതർ അങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു മഴയൊക്കെ കണ്ട ഞാൻ കിച്ചണിലോട്ട് വന്നത്. ഞാനൊരു സാൻഡ്വിച്ച് ആക്കാനായിട്ട് പോവുകയാണ്. എനിക്ക് രാവിലെ RP അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഇതാക്കിയിട്ട് കഴിക്കാം. ഓൺ ടൈം തന്നെ റാത്തോസിലെത്തണം. റാത്തോസ് എന്ന് പറയുമ്പോൾ മെയിൻ സിറ്റി ഹാളിൽ നിന്നാണ്. അവിടെ നമ്മുടെ മജിസ്ട്രേറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പേപ്പർ വർക്ക്സ് ഒക്കെ അവിടെയാണ് ചെയ്യുന്നത്. വർത്താനം പറഞ്ഞിരിക്കാൻ തീരെ സമയമില്ല. എന്നാലും ഞാൻ കുറച്ചൊരു മഴ കണ്ടു കേട്ടോ. നമുക്ക് റെഡി ആയിട്ട് ഒരു 7:30 ആകുമ്പോൾ നമുക്ക് റാത്തോസിലെത്തണം. ഇവിടുത്തെ ഒരു വർക്കിംഗ് അവേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു 7:30 to 12 ആണ് ഇവരുടെ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ പോകേണ്ടി വരും. അപ്പം നമുക്ക് വേഗം പോവാം. വെളിയിൽ മഴ പൊടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നടന്ന് എൻ്റെ ട്രാം സ്റ്റേഷനിലെത്തി. ബുർഗ സ്ട്രാസയാണ് എൻ്റെ ട്രാം സ്റ്റേഷൻ. ജർമ്മനിൽ സ്ട്രാസെ എന്ന് പറഞ്ഞ സ്ട്രീറ്റ് നടർത്ഥം. നമുക്കിനി 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം നമ്മുടെ ട്രാം വരാനായിട്ട്. ഇവിടുന്ന് 4ാമത്തെ സ്റ്റോപ്പാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. അവിടെയാണ് നമ്മുടെ റാത്തൗസ് വരുന്നത്. അപ്പോൾ എൻ്റെ ട്രാം വന്നു, ഞാൻ കയറി. റുഡോൾഫ് സ്ട്രാസെ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമുക്ക് ഇറങ്ങേണ്ടത്. അതാണ് നമ്മുടെ ഇറങ്ങാനുള്ള സ്റ്റോപ്പ്. പോകുന്ന വഴി അത്യാവശ്യം നല്ല മഴയുടെ കോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നമ്മൾ റാത്തൗസിലെത്തി. അവിടെ അത്യാവശ്യം സെക്യൂരിറ്റിയും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ അങ്ങനെ എൻ്റെ RP അപ്പോയിൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൃത്യം ഒരു 7 ഡേയ്സിനുള്ളിൽ എനിക്ക് എൻ്റെ RP കാർഡ് കിട്ടും. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഏകദേശം പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു വരുന്നു കേട്ടോ. ഞാൻ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് വെയിലൊക്കെ വന്ന് നല്ല സ്കൈ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ, പിന്നെ കാണാം.